നിർത്ത്. നിന്റെ പേരെന്നാടാ? ഗൗതം. പേടിച്ചിരിക്കണോ? ഇല്ല, കുഴപ്പമില്ല. പോട്ടെ, ആക്സിഡന്റ് എല്ലാം കൊണ്ടുപോകും. നീ ഇതിന് മുന്നേ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു തവണ. എന്നിട്ട് എന്നാ പറ്റി? നല്ലോണം ഓടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറി കുറച്ച്. അപ്പൊ ആരുടെ കൂടെ പോയ നീ? കൂട്ടുകാരൻ്റെ കൂടെ. അപ്പൊ നീ ഇപ്പൊ ഇതിന് നമ്മുടെ ഈ വണ്ടി കയറിയിട്ട് ഇപ്പൊ എത്ര നേരമായി? ഇപ്പൊ ഒരു അരമുക്കാൽ മണിക്കൂറായി. 3/4 മണിക്കൂറായി. എടാ എത്രയാടാ ശരിക്കും? 1 മണിക്കൂറൊക്കെ ആയില്ലടാ? ആയോ? എന്തായാവട്ടെ. ഇപ്പൊ നീ ബേക്കിൽ ഇരിക്കുമല്ലായിരുന്നു ഇത്ര നേരം. ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടിട്ട് നിനക്ക് ഇപ്പൊ എന്താ തോന്നണേ? ഒരു ബേസ് ഇല്ലാതെ വന്നാല് എല്ലാം നല്ലോണം പഠിച്ച് പോവാൻ പറ്റും തോന്നുന്നുണ്ട്. ഇപ്പൊ നിനക്ക് ബേക്കിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ നിനക്ക് കുറെ കാര്യങ്ങള് കിട്ടിയോ? കിട്ടി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കടിച്ചു കീറുവാണോ? അല്ല, സമയം എടുത്ത് നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സെറ്റാണ്. പക്ഷെ നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോ ചിലപ്പോ ഈ സ്നേഹമൊക്കെ ഉണ്ടാവോ? ഇല്ല. അത് മാറൂലേ? മാറണ്ടേ? എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് ഒരുങ്ങി പാവത്തിന് പോലെ നിന്നിട്ട് കാര്യമില്ല. ചില സമയത്ത് നിങ്ങൾ തെറ്റ് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞു പോവും. ഓക്കെ, പറയൂ കേട്ടോ. അതിപ്പോ അല്ലാതെ ഫസ്റ്റും രണ്ടാമതും ഇപ്പൊ പെൺപിള്ളേരൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടെ നിങ്ങളുടെക്കാളും ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് അയങ്ങൾ നമ്മൾ കെയർ ചെയ്യണം. കാരണം നമ്മൾ നിങ്ങൾക്ക് പറയണ പോലെ ഒറ്റയടിക്ക് അയങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ അയങ്ങൾ നാളെ ചിലപ്പോൾ എന്താവും? വരൂല. അപ്പൊ അയങ്ങൾ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരണം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ബ്ലഡിൽ എന്തുണ്ട്? നമുക്ക് ഈ ഡ്രൈവിങ്ങിന്റെ ഒരു ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഇച്ചിരി ഹാർഡായിട്ടേ പറയുള്ളൂ. നമുക്കിപ്പോൾ എന്താണ്, നിന്നെ ഇതിന് മുന്നേ ഞാൻ കണ്ട് പരിചയം ഒന്നുമില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് വൃത്തിക്ക് പഠിച്ച് ക്ലിയർ ആയിട്ട് പോകണം. അപ്പൊ എത്രയും പെട്ടെന്ന് ടാലന്റ് ഉള്ള പിള്ളേരാണെങ്കിൽ 5 ക്ലാസ് കൊണ്ടാണെങ്കിൽ 5 ക്ലാസ് കൊണ്ട്, 10 ക്ലാസ് കൊണ്ടാണെങ്കിൽ 10 ക്ലാസ് കൊണ്ട് അവർ പഠിച്ച് ക്ലിയർ ആയിട്ട് വണ്ടി വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്ത് പോകണം. അത് നമുക്ക് നിർബന്ധമാണ്. ലൈസൻസിനല്ല നമ്മൾ വാല്യൂ കൊടുക്കണം. ഇപ്പം നമ്മൾ ഏത് ഗിയറിലാണ് പോകണം? ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കി പോകണം. മെല്ലെ നമ്മൾ സ്പീഡാക്കുവാണ്. അപ്പോൾ ഗിയറിൻ്റെ കുറച്ച് കാര്യം പറയാണ്ട് ഞാൻ പറഞ്ഞുതരാം. പോട്ടെ, വണ്ടി മെല്ലെ സ്പീഡാക്ക്. ഓക്കെ, ഇനി മെല്ലെ സ്റ്റിയറിംഗ് കറക്റ്റ് നേരെ പിടിച്ചു. ആക്സിഡൻറ്റിൻ്റെ കാലത്ത് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇട്ട് നോക്കൂ. ഓക്കെ, എടുത്തോ. അപ്പോൾ അത് ഡൗട്ട് മെല്ലെ നമ്മൾ റേസിങ്ങിന് പോകല്ല. സമാധാനം. നിനക്ക് നീ ടെൻഷൻ അടിക്കണ്ട. അത് ഞാൻ പറഞ്ഞുതരാം. പോട്ടെ, നീ നമുക്ക് പോവും ചെയ്യണം, കേൾക്കും ചെയ്യണം, വർത്താനം പറയും ചെയ്യണം. ചിലരെന്തുണ്ട് മേടിച്ചിട്ട് മിണ്ടോന്ന് പോകും. പറ്റൂല, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞ ഗിയർ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അറിയാൻ വേണ്ടി പറയുകയാണ്, 1 കിലോ വെയിറ്റ് ഉള്ളൊരു സാധനമാണ് ഈ ഫസ്റ്റ് ഗിയർ. ഓക്കെ, 1 കിലോ വെയിറ്റ് അതിനുണ്ട്. അപ്പോൾ അതിനെന്തുണ്ട്? വെയിറ്റ് ഉണ്ട്, പക്ഷെ പവർ എന്തില്ല ഉണ്ടാവുമോ? ഇപ്പൊ ഞാനും നല്ല തടിച്ചൊരാൾ ഓട്ട മത്സരം വെക്കുവാണെങ്കിൽ ഞാൻ ഓടണ പോലെ ആ തടിച്ച ആൾക്ക് ഓടിപ്പോകാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അയാൾക്ക് തടിയും ഇതും ഉള്ളതുകൊണ്ട് വെയിറ്റ് കൂടുതലാണ്, പക്ഷെ പവർ അയാൾക്കില്ല. നേരെ മറിച്ച് അയാൾ ചിലപ്പോൾ ഈ വണ്ടി ഒറ്റയ്ക്ക് പൊക്കിയെടുക്കും. എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗിയറിന് ഏറ്റവും പവർ ഉണ്ട്. അതിനൊരു 1 കിലോ വെയിറ്റ് നമ്മൾ കൂട്ടുക. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എറിയുമെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ ഒരു അടുത്ത വീഴും. ഓക്കെ, അതിന് പവറുണ്ട്, പക്ഷേ സ്പീഡില്ല. ഓക്കെ, അപ്പോൾ നേരെ പറയാം സെക്കൻഡ് ഗിയർ ആണെങ്കിൽ 750 ഗ്രാം വെയിറ്റേ ഉള്ളൂ. അപ്പോൾ 1 കിലോൻ്റെക്കാളും കൂടുതൽ ദൂരം എന്താവും? അത് പോവും. തേർഡ് ഗിയർ ആണെങ്കിലോ 500 ഗ്രാം ഉണ്ട്. അത് ഈ 1 കിലോൻ്റെ 750-നെക്കാളും കൂടുതൽ ദൂരം പോകും. അപ്പോൾ അതിനെന്തായി? വെയിറ്റ് കുറഞ്ഞു, ദൂരം കൂടി. അത് ഫോർത്ത് ഗിയർ ആണെങ്കിലോ 250 ഗ്രാമേ ഉള്ളൂ. ഓക്കെ, അതിന് പറഞ്ഞാൽ ഈ എല്ലാ ഗിയറിനെക്കാളും സ്പീഡിൽ പോകും. പക്ഷെ അവൻ എന്തില്ല? പവർ ഇല്ല. ഓക്കെ, ഫ്രീ ആണ്. മനസ്സിലായോ? വെയിറ്റ് എടുക്കാനുള്ള പവർ എന്തില്ല? ഫോർത്ത് ഗിയറിനില്ല, പക്ഷെ അവൻ സ്പീഡാണ്. അത് അങ്ങനെയാണ് നമ്മുടെ ഈ ഗിയർ കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗിയർ എപ്പോഴും നിന്ന വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ആണ്. എപ്പം നിന്നാലും നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഗിയർ വേണം. അപ്പോൾ ആ ഫസ്റ്റ് ഗിയറിന് നമുക്ക് ലോയും ഹൈയും മനസ്സിലാക്കണം. അപ്പം നിന്ന വണ്ടി 0 സ്പീഡ് കൊടുത്തിട്ട് 10 സ്പീഡ് വരെയാണ് നമുക്ക് സെക്കൻഡ് ഗിയറിന്. ഫസ്റ്റ് ഗിയറിന് എന്തുള്ളൂ? പവർ ഉള്ളൂ. അതിന്റെ മേലോട്ട് ആക്സിഡന്റ് കൊടുത്ത് പോകണ വെറും വേസ്റ്റ് ആണ്. നമ്മുടെ വണ്ടിന്റെ പെട്രോൾ വെറുതെ കത്തുവാണ്. ഓക്കെ, അപ്പൊ 0 സ്പീഡ് തൊട്ടിട്ട് 10 സ്പീഡ് വരെ നമുക്ക് ഏത് ഗിയർ മതി? ഫസ്റ്റ്. അതിന് 15 സ്പീഡിലും ഫസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ വെറുതെ വേസ്റ്റ് ആവുള്ളൂ. അപ്പൊ അതിന് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് എങ്ങോട്ട് പോകണം? സെക്കൻഡിൽ പോകണം. 10 തൊട്ട് 20 വരെ നമുക്ക് ഏത് ഗിയറിൽ പോകാം? സെക്കൻഡ് ഗിയറിൽ പോകാം. പക്ഷെ ആ സെക്കൻഡ് ഗിയറിൽ പോയിട്ട് നമ്മുടെ വണ്ടി നിന്ന് കഴിഞ്ഞാൽ എടുക്കാനുള്ള കഴിവ് ആർക്കില്ല? സെക്കൻഡിലില്ല. എപ്പം നിന്നാലും ഏതിനെ എടുക്കാനുള്ള കഴിവുള്ളൂ? ഫസ്റ്റിനുള്ളൂ. അപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ 20 സ്പീഡിലും പോകാം, 10 സ്പീഡിലും പോകാം. അപ്പൊ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അതിന്റെ ലോയും ഹൈയും എന്ത് ചെയ്യണം? മനസ്സിലാണ്. അതിന് നമ്മൾ സ്പീഡോമീറ്ററോട്ട് നോക്കണം.
ഓക്കെ. ഇപ്പൊ നമ്മൾ 20 സ്പീഡിലാണ് പോകണം. നീ ഇനി ചവിട്ടി 30 പോയിട്ട് ഇതിൽ ഈ ഗിയറിൽ കാര്യമില്ല. നീ അങ്ങനെ പോകേണ്ട ഏത് ഗിയറിൽ പോകണം? തേടി പോകണം. പക്ഷെ നീ ആദ്യത്തെ ദിവസം കൊച്ചു പോകണ്ട, നീ മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ തേർഡ് ഗിയറിലോട്ട് ഇട്ടു. തേർഡ് ഗിയറിലാണെങ്കിൽ 20ന്റെ എബോവ് സ്പീഡ് വേണം. 25ന്റെ മേലെ ഉണ്ടെങ്കിൽ ആ തേർഡ് ഗിയർ നമ്മുടെ വര നോക്ക്, ലെഫ്റ്റ് സൈഡത്തെ വര നോക്ക്, ആ വര മുന്നോട്ട് നോക്കി വേണം പോകണം. എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുക, റൈറ്റ് സൈഡിലോട്ട് മൈൻഡ് ചെയ്യണ്ട. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ ബുദ്ധിമുട്ട് വരിക. അവിടുന്ന് വരുന്ന വണ്ടിയൊക്കെ ആ ലെഫ്റ്റ് സൈഡ് വരും. ആ ഓട്ടോറിക്ഷ ഒറ്റ കയറ്റം കയറും. അവിടെ നിന്ന് ആൾ മുന്നിൽ ചാടും, ആ ബൈക്ക് ചാടും. അതൊക്കെ ബുദ്ധിമുട്ടുകളും റിസ്കുകളും എവിടെ നിന്നായിരിക്കും വരിക? ലെഫ്റ്റ് സൈഡിൽ നിന്നേ വരുള്ളൂ, റൈറ്റ് സൈഡിൽ നിന്ന് വരില്ല. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും അന്തമില്ലാതെ റൈറ്റ് സൈഡിൽ നിന്ന് എന്താവുള്ളൂ, വണ്ടി നമ്മുടെ നേരെ വരുള്ളൂ. അല്ലാത്ത പണികളൊക്കെ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പം ലെഫ്റ്റ് ബിഗിനിങ് ലെഫ്റ്റ് സൈഡ് കയറുന്നു, ആ വര മുന്നോട്ട് നോക്കി ഓടിക്കുക. അപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ തേർഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ 30 സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം? പോകാം. 35ലോ 40ലോ പോകണമെങ്കിൽ നീ ഏത് ഗിയറിൽ പോകണം? ഫോർത്തിലോട്ട് വരണം. ഫോർത്തിൽ നമുക്ക് 40, 50, 60ലൊക്കെ പോയ എക്സ്പീരിയൻസ് അനുസരിച്ച് അങ്ങനെയാണ് ആ ഗിയറിന്റെ ആ ഒരു വാല്യൂ കിടക്കണേ. അത് റോഡിലോട്ട് നോക്കിയിട്ട് റോഡിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ഈ സ്പീഡോമീറ്ററിലോട്ട് നോക്കി എന്ത് ചെയ്യുക? ഓടിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഗിയർ എന്താണ്? സിമ്പിളാണ്. ഒരിക്കലും നമ്മൾ ഗിയറിലോട്ട് എന്ത് ചെയ്യണ്ട, നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനീ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.